മരുമകനെ പരസ്യമായി വിമർശിക്കരുത്, വിമർശിച്ചാൽ വിവരമറിയും. പറഞ്ഞു വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെയും കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രി റിയാസിനെ മുൻ മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രൻ ശക്തമായി വിമർശിച്ചിരുന്നു. ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നീണ്ടുപോകുന്നതിന് കാരണം ടൂറിസം വകുപ്പിന്റെ അലംഭാവമെന്നായിരുന്നു MLA-യുടെ ആരോപണം. ഇതിൽ പ്രകോപിതനായാണ് മുഖ്യമന്ത്രി മരുമകനെ തൊട്ടാൽ വിവരമറിയുമെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ച് കടകംപള്ളിയെ ശാസിച്ചത്. പരിണിതപ്രജ്ഞരായ അംഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലൊരു നടപടി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വിമർശനങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് മന്ത്രിമാരോട് നേരിട്ട് പറയണം. അല്ലാതെ നിയമസഭയിൽ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുന്നതൊന്നും ശരിയായ നടപടിയല്ല. സഭയിലെ പ്രസംഗങ്ങളിൽ ആ ജാഗ്രത പാലിച്ചേ തീരൂ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ, നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയുടെ ശാസനമാണിത്. ഇനി കടകംപള്ളി തുറന്നടിച്ചതുപോലെ സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരെ, പ്രത്യേകിച്ച് മരുമകനെതിരെ തങ്ങൾക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൂടാ എന്ന് ബാക്കിയുള്ളവർ ചിന്തിച്ചാലോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രത്യേക യോഗമൊക്കെ വിളിച്ചുള്ള ശാസനം. എന്തായാലും ശാസനം കേൾക്കാൻ കടകംപള്ളി യോഗത്തിന് ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ അരമന രഹസ്യം അങ്ങാടിയിൽ പാട്ടാക്കരുതെന്ന് സാരം.